ഫണ്ടമെൻ്റൽസ് ഓഫ് എ സി സിസ്റ്റം എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് എ 4 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള പാർട്ട് എ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണിത് പാർട്ട് ബി. അപ്പോൾ പാർട്ട് എയിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാർട്ട് ബിയിൽ അതുപോലെ തന്നെ ഏതാനും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻസ് നമ്മൾ പാർട്ട് എയിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ 5ാമത്തെ ക്വസ്റ്റ്യനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ല നിങ്ങൾ? എക്സ്പ്ലെയിൻ ഫേസർ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഫേസർ റെപ്രസെൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാം. എക്സ്പ്ലെയിൻ ഫേസർ എന്നുള്ളതിന് പകരം വെക്ടർ എന്നും പറയാം. ഓക്കെ, ഫേസർ എന്ന് പറഞ്ഞാലും വെക്ടർ എന്ന് പറഞ്ഞാലും എന്താണ്, സെയിം ആണ്. അപ്പോൾ ഫേസർ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതിന് പകരം എന്തും പറയാം, വെക്ടർ റെപ്രസെൻറ്റേഷൻ എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആവുണ്ടോ? അതുപോലെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതിന് പകരം ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി എന്നും പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരാമെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫേസർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ വെക്ടർ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. ഓക്കെ, അതായത് ഒരു വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കെല്ലാവർക്കും അറിയാം ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് ഉണ്ടാവുക, അല്ലേ? 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ രൂപത്തിലാണ് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവ് ഫോം നമുക്കൊരു വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഈ ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് ഒരു വെക്ടർ കാണാൻ സാധിക്കും. ഇതാണ് വെക്ടർ, കണ്ടോ? പി എന്നാണ് ആ വെക്ടറിന് പേര് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ റൊട്ടേറ്റ് ചെയ്യാണ്, ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന വെക്ടറാണത്. ഓക്കെ, അതാണ് അതിൻ്റെ റൊട്ടേഷൻ പാത്താണ് നമ്മളിങ്ങനെ കാണിച്ചിട്ടുള്ളത്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ വെക്ടർ ഒരു റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സൈക്കിൾ സൈൻ വേവ് എന്താവും, പൂർത്തിയാകും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, ഈ വെക്ടറിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ, അതായത് ആദ്യം ഈ വെക്ടർ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു, അതായത് 0 പൊസിഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ വെക്ടർ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഈ ഡയഗ്രാം വൃത്തിയായിട്ട് വരച്ച് വെക്കുകയാണ് വേണ്ടത്. എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഈ ഡയഗ്രാം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വരച്ച് വെക്കണം. ഇനി ഈ ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ വരയ്ക്കുമ്പം ഇത് ഇങ്ങനെ വരയ്ക്കണം, അതായത് ഇവിടെ നമ്മൾ ഒരു എക്സ് ആക്സിസ് വരയ്ക്കണം, ഇവിടെ ഒരു വൈ ആക്സിസ് വരയ്ക്കണം. ഈ എക്സ് ആക്സിസിൻ്റെ അതേ ലെവലിൽ തന്നെ ഇവിടെ ഒരു എക്സ് ആക്സിസ് വരയ്ക്കണം, ഇവിടെ ഒരു വൈ ആക്സിസ് വരയ്ക്കണം. ക്ലിയർ ആവുണ്ടോ? ഇതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള പാത്ത് സർക്കിൾ വരയ്ക്കണം. കൃത്യമായിട്ട് കോമ്പസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഈ വെക്ടർ ഇപ്പോൾ ഇവിടെയാണെന്ന് കരുതുക, അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഈ വെക്ടറിൻ്റെ പൊസിഷൻ ഇവിടെ തന്നെയാണ്. ഇനി ഈ വെക്ടർ വന്നു ഇവിടെ എത്തിയെന്ന് കരുതുക, റൊട്ടേറ്റ് ചെയ്തു, വെക്ടർ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ പൊസിഷനിലെത്തി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഡോട്ട് ലൈൻ ഇട്ടിട്ട് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ട്? അവിടെ ഒരു പോയിൻ്റ് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി വെക്ടർ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയെന്ന് കരുതുക, അത് ഇവിടെ എത്തുമ്പം അതിനെ നമുക്ക് മാർക്ക് ചെയ്താൽ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ഓക്കെ ആണോ? വെക്ടർ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് കരുതുക, പെർപെൻഡിക്കുലർ എത്തി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി വെക്ടർ ഒന്നുകൂടി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പോയിൻ്റ് എങ്ങനെ കിട്ടും, ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ കിട്ടും. അങ്ങനെ വെക്ടർ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാലോ അതിൻ്റെ പോയിൻ്റ് എങ്ങനെ കിട്ടുക, ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഉണ്ടോ? ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ ഓരോ പോയിൻ്റ് കിട്ടും. ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്. അങ്ങനെ വെക്ടറിൻ്റെ റൊട്ടേറ്റ് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഓരോ പോയിൻ്റ് കിട്ടും. ആ പോയിൻ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സൈൻ വേവ് പൂർത്തിയാക്കുന്നത്. ആ പോയിൻ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് കിട്ടും, ഒരു സൈൻ വേവ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഒരു വെക്ടർ
കംപ്ലീറ്റ് 360 ഡിഗ്രി, അതായത് ഒരു വെക്ടർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ ഒരു വെക്ടർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, സൈൻ വേവ് അതുപോലെ ഒരു സൈക്കിൾ എന്താവും, കംപ്ലീറ്റ് ചെയ്യും. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഒരു വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഒരു അൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഡയഗ്രം വൃത്തിയായിട്ട് വരച്ച് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് പകുതി മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നോട്ട്, വളരെ സിമ്പിളായിട്ടുള്ള നോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോട്ടിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് നോക്കൂ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻ അൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ ഇ എം എഫ്, കറണ്ടും ഇ എം എഫും ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ വെക്ടർ, അതായത് ഒരു വെക്ടർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെക്ടർ പി ഇൻ ദ ഡയഗ്രം, നമ്മുടെ ഡയഗ്രത്തിലെ വെക്ടർ പി ആണത്, നമ്മൾ കാണിച്ചു, ഇതാണ് ആ വെക്ടർ. അതിന് നമ്മൾ പി എന്നാണ് ഇവിടെ പേര് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ല നിങ്ങൾ, ഈ വെക്ടറിൻ്റെ പേര് പി എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദ ലെങ്ത് ഓഫ് ദ ലൈൻ റെപ്രസെൻറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് ആ വെക്ടറിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ, അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് അൾട്ടർനേറ്റിംഗ് കറണ്ട്. അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ, ദ വെക്ടർ ഈസ് റൊട്ടേറ്റഡ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആ വെക്ടർ എന്ത് ചെയ്തു, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് നോക്കൂ, ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ പി, അതായത് ആ വെക്ടറിൻ്റെ പ്രൊജക്ഷൻ ഓൺ വൈ ആക്സിസ് അറ്റ് എനി ഇൻസ്റ്റൻസ് ഗിവ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് ഓർ വോൾട്ടേജ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെക്ടറിൻ്റെ പ്രൊജക്ഷൻ, അതായത് ഈ പോയിൻ്റ് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയാണോ വെക്ടർ ഉള്ളത് അതിന് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ, എവിടെയാണോ വെക്ടർ ഉള്ളത് അതിന് നമ്മൾ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, അൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അതാണ് ആ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആവുണ്ടല്ലോ? ദെൻ ദ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ പി ഓൺ വൈ ആക്സിസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഗീവ്സ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കറണ്ട് ഓർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാം നന്നായിട്ട് വരച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 4 പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഫുൾ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അതായത് 6th ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ആർ എം എസ് വാല്യൂ ഇൻ എ സി, ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ആർ എം എസ് വാല്യൂ ബൈ അനലറ്റിക്കൽ മെത്തേഡ്. അതായത് പാർട്ട് സിയിൽ 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ആർ എം എസ് വാല്യൂ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ആദ്യം. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആർ എം എസ് വാല്യൂവിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. അപ്പോൾ ഈ ആർ എം എസ് വാല്യൂവിൻ്റെ ക്വസ്റ്റ്യന് പാർട്ട് എയിലും പാർട്ട് ബിയിലും പാർട്ട് സിയിലും എല്ലാം വരാറുണ്ട്. അപ്പോൾ പാർട്ട് എയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിഫൈൻ ആർ എം എസ് വാല്യൂ എന്നാണ് പറയുക, അതായത് ആർ എം എസ് വാല്യൂ ജസ്റ്റ് ഡിഫൈൻ ചെയ്യുക. പാർട്ട് ബിയിലാണെന്നുണ്ടെങ്കിൽ ഡിഫൈൻ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ടേംസ് തരും, അതിലും ഇതുപോലെ ചിലപ്പോൾ ആർ എം എസ് വാല്യൂ കടന്നു വരും. പാർട്ട് സിയിലാണെങ്കിൽ ഇങ്ങനെയാണ് ചോദിക്കുക, ഡെഫിനിഷനും ചോദിക്കും, അതിൻ്റെ ഡെറിവേഷനും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡെറിവേഷനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് പാർട്ടിൽ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ആർ എം എസ് വാല്യൂ എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റും. സ്റ്റഡി കറണ്ട്, അതായത് ഡി സി കറണ്ട്, വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ ഗിവൺ സർക്യൂട്ട് ഫോർ എ ഗിവൺ ടൈം പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റ് ആസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വെൻ ഫ്ലോയിങ് ത്രൂ ദ സെയിം സർക്യൂട്ട് ഫോർ ദ സെയിം ടൈം. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. എപ്പോഴും നമ്മൾ ഡെഫിനിഷൻ നമുക്ക് നമ്മളുടെ മൗത്ത് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതിനപ്പുറം അതിൻ്റെ സ്റ്റാൻഡേർഡ് ലാംഗ്വേജിൽ തന്നെ എഴുതി വെക്കുന്നതാണ് ഡെഫിനിഷൻ എപ്പോഴും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങളത് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതുപോലെ എഴുതി വെക്കുക. ഇനി ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മളിതൊരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യാമെന്നുള്ളത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൺസെപ്റ്റ് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം വേണം. അപ്പോൾ അതുകൊണ്ട് കൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നില്ല, സമയം കളയുന്നില്ല. അപ്പോൾ ഇതാണ് ഡെഫിനിഷൻ. ഈ ഡെഫിനിഷൻ നിങ്ങളൊന്നെങ്കിൽ മനസ്സിലാക്കിയിട്ട് എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ട് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാം. ആർ എം എസ് വാല്യൂവിൻ്റെ ഡെറിവേഷനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്നാണ്. റൂട്ട് ആറിൻ്റെ ഫുൾ ഫോം റൂട്ട്, എമ്മിൻ്റെ ഫുൾ ഫോം മീന്, പിന്നെ എസിൻ്റെ ഫുൾ ഫോം സ്ക്വയർ, റൂട്ട് മീൻ സ്ക്വയർ. ഓക്കെ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ ഫുൾ ഫോം.
റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്സിൽ പറയും റൂട്ട് ഓഫ് എന്ന് പറയും, അതാണ് റൂട്ട്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് ആവറേജ്. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂ ഉണ്ടാവും. ഓരോ ഇൻസ്റ്റൻറ്റിലും ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്കറിയാം ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതെന്താണ്, ഓരോ ഇൻസ്റ്റൻറ്റിലും എന്താണ് ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഈ പാർട്ടിൽ ഫുള്ള് പോസിറ്റീവ് ആവും, ഈ പാർട്ടിൽ ഫുള്ള് നെഗറ്റീവ് ആവും. അതായത് മൊത്തത്തിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂസിൻ്റെ എന്ത് ചെയ്യണം, സ്ക്വയർ എടുക്കണം. നമ്മൾ ആദ്യം സ്ക്വയർ എടുക്കുക. സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ മീൻ കാണുക. മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് കാണുക. അപ്പോൾ സ്ക്വയർ എടുത്തിട്ട് സ്ക്വയേഴ്സിൻ്റെ എന്ത് കാണുക, ആവറേജ് കാണുക. എന്നിട്ട് അതിൻ്റെ എന്ത് കാണുക, റൂട്ട് കാണുക. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, ഓരോ ഇൻസ്റ്റൻറ്റിലെയും കറണ്ടിൻ്റെ വാല്യൂസിൻ്റെ സ്ക്വയർ എടുക്കുന്നു ആദ്യം, എന്നിട്ട് അതിൻ്റെ ആവറേജ് കാണുന്നു, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണുന്നു. ഇതാണ് എന്ത്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ, അതായത് RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം വരച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഇൻസ്റ്റൻറ്റിലെയും വാല്യൂ I1, I2, I3, I4 അങ്ങനെ എടുത്തിട്ടുണ്ട്. ഓരോ ഇൻസ്റ്റൻറ്റിലെയും, അതായത് ഫസ്റ്റത്തെ ഇൻസ്റ്റൻറ്റിലെ വാല്യൂ I1, സെക്കൻഡ് ഇൻസ്റ്റൻറ്റിലെ വാല്യൂ I2 അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ RMS വാല്യൂ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാത്തിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ എന്തെടുക്കുന്നു, പിന്നെ സം എടുക്കുന്നു. ഇവിടെ ബൈ n കൂടി ആഡ് ചെയ്യണം കേട്ടോ, അപ്പോഴേ ആവറേജ് ആവുള്ളൂ. റൂട്ട് ഓഫ് I1 സ്ക്വയർ പ്ലസ് I2 സ്ക്വയർ പ്ലസ് I3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് IN സ്ക്വയർ ബൈ n അതിൻ്റെ റൂട്ട്. ക്ലിയർ ആവുണ്ടോ? അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അത് ഇക്വേഷൻ ഇങ്ങനെയാണ്, IRMS ഈക്വൽ ടു എന്താണ്, 0.707 IM. ഇതാണ് ഇക്വേഷൻ, ഇതാണ് RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെറിവേഷനിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എഴുതേണ്ടത് ഈ ഇക്വേഷനാണ്. അതായത് RMS വാല്യൂ കാണുന്നതിന് വേണ്ടി നമ്മൾ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് എന്ന് കൊടുത്തു. പിന്നെ അത് നമ്മൾ 1/π, അതായത് ഒരു പൈ എന്ന് വരെ, അതായത് ഒരു ഹാഫ് സൈക്കിളിലാണ് നമ്മളിത് എന്ത് ചെയ്യുന്നത്, RMS വാല്യൂ കാണുന്നത്. അപ്പോൾ നമ്മൾ 1/π, അതായത് ആ ടൈം പീരീഡ് ആണത്. അതായത് ഇൻ്റഗ്രൽ ഓഫ് ഏതുവരെ, 0 to π I² d∅ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക. അതായത് IRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 1/π ഇൻ്റഗ്രൽ 0 to π I² d∅ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് ഇൻ്റഗ്രേഷനൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നുള്ള തോന്നലുണ്ടാവും. അല്ല, അങ്ങനെ ബുദ്ധിമുട്ടല്ല. ഒന്ന് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം, ഈ റൂട്ടിനെ വന്നതുകൊണ്ട് നമുക്ക് റൂട്ടിനകത്ത് ഒരു ഓപ്പറേഷനും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റൂട്ട് കളയാൻ വേണ്ടി നമ്മൾ IRMSൻ്റെ സ്ക്വയർ എടുത്തു. അതായത് I² RMS എന്നായി. അതായത് IRMSൻ്റെ സ്ക്വയർ. ക്ലിയർ ആവുണ്ടോ? സ്ക്വയർ എടുത്തപ്പോൾ നമുക്ക് റൂട്ട് പോയാൽ പിന്നെ ഒന്നുമില്ല. ഇതിനെ നമ്മൾ റൂട്ട് കളഞ്ഞിട്ട് മുകളിലുള്ളതിനെ നമ്മൾ റൂട്ട് കളഞ്ഞിട്ട് താഴേക്ക് എഴുതി, വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ സ്ക്വയറും കൊടുത്തു. ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ കൊടുത്തു, വലത് സൈഡിൽ അതിനെ റൂട്ട് കളഞ്ഞെഴുതി. ഓക്കെ, ഇനി നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 1/π അവിടെ അതുപോലെ ഉണ്ട്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ IM sin θ എന്നുള്ളതാണ്. IM sin θ എന്നുള്ളതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ Iക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ I² എന്നില്ലേ, അപ്പോൾ അതിന് പകരം IM sin θ എന്ന് കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ I² എന്ന് പറയുമ്പോഴോ, I² എന്ന് പറയുമ്പം IM sin θയുടെ സ്ക്വയർ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ IM sin θയുടെ സ്ക്വയർ കൊടുത്തു. IM sin θയുടെ സ്ക്വയർ എന്താ വരിക, IMൻ്റെ സ്ക്വയർ IM², sin θയുടെ സ്ക്വയർ എന്താ, sin² θ d∅. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കോൺസ്റ്റൻറ്റുകൾ ഫുള്ള് പുറത്തേക്ക് എടുത്തു. IM² എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ IM² അതുപോലെ ഇവിടുത്തെ പൈ, അതുപോലെ അത് ഇവിടെ എഴുതി. IM²/π എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ പുറത്തെടുത്തു. പിന്നെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക, 0 to π sin² θ d∅ എന്നുള്ളതാണ്. ഇനി നമുക്ക് sin² θനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിന് നമ്മൾ 0 to π ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യണം, കൊടുക്കണം. ക്ലിയർ ആണോ? ഇനി sin² θക്ക് നമുക്ക് ട്രിഗണോമെട്രിയിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. sin² θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റയെ നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സൈൻ സ്ക്വയർ തീറ്റയെ നമ്മൾ എങ്ങനെയാക്കി മാറ്റി? ഇങ്ങനെയാക്കി മാറ്റി. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ അത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം ഇത് കൊടുത്താൽ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ ഇത് കൊടുക്കുക. അപ്പോൾ എന്താ വരിക? ഇതാ im സ്ക്വയർ ബൈ പൈ 0 to പൈ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 ഡി തീറ്റ എന്ന് കൊടുത്തു. ഒന്നും ചെയ്തിട്ടില്ല. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ 2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ പൈ എന്നുള്ളതിന് പകരം 2 പൈ എന്നായി. ഓക്കെ, വേറെ എന്താ ഉണ്ടാവുക? 1 മൈനസ് കോസ് 2 തീറ്റ ഡി തീറ്റ. അത് അതുപോലെ എഴുതി. ആ 2 ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ബൈ 2ലെ 2 പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും 1 തീറ്റ. അതായത് ആദ്യം 1നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ അതിന് ശേഷം മൈനസ് കോസ് 2 തീറ്റയെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കൊടുത്തു. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ശ്രദ്ധിക്കണം, തീറ്റയെ 1നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ എന്നാണ് കിട്ടുക. 1 ഇൻറ്റു ഡി തീറ്റ തീറ്റയാണ്. പിന്നെ കോസ് 2 തീറ്റയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സൈൻ 2 തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ രണ്ടിനും നമ്മൾ 0 to പൈ ഇൻ്റർവെല് കൊടുത്തു. 0 to പൈ ഇൻ്റർവെല് കൊടുത്തു. ഓക്കെ, അങ്ങനെ ഇൻ്റർവെല് കൊടുത്തു കഴിഞ്ഞാൽ im സ്ക്വയർ ബൈ 2 പൈ അതുപോലെ ഉണ്ട്. ഇവിടെ ഇൻ്റർവെല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈ മൈനസ് തീറ്റ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ സൈൻ 2 തീറ്റയ്ക്ക് പകരം പൈ എന്ന് കൊടുക്കണം. ഓക്കെ, പൈ ബൈ 2. അതുപോലെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റയ്ക്ക് പകരം 0 കൊടുക്കണം. അങ്ങനെ ഇൻ്റർവെല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടേം ഉണ്ടല്ലോ, ഈ ടേം മൊത്തം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, പിന്നെ എന്ത് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ? ഈ പൈ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇത് മൊത്തം 0 ആയിട്ട് മാറി. ഓക്കെ ആണോ? പിന്നെ നമുക്ക് ഇവിടെ പൈ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ബാക്കിയാവുന്ന പോർഷൻ ഏതേ ഉണ്ടാവുള്ളൂ? ഇത് മാത്രമേ ബാക്കിയാവുള്ളൂ. ഓക്കെ, ബാക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം എന്തായിപ്പോയി? 0 ആയിട്ട് പോയി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പിൽ കണ്ടോ, അതാണ് കാണിച്ചിട്ടുള്ളത്. IRMS സ്ക്വയർ ഈക്വൽ ടു im സ്ക്വയർ ബൈ 2 പൈ ഇൻറ്റു 2 പൈ. അല്ല സോറി, ഇൻറ്റു പൈ. im സ്ക്വയർ ബൈ 2 പൈ ഇൻറ്റു പൈ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക? ഈ പൈയും എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. മുകളിലൊരു പൈ ഉണ്ട്, താഴെ ഒരു പൈ ഉണ്ട്, അത് കട്ട് ചെയ്തു. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? IRMS സ്ക്വയർ ഈക്വൽ ടു im സ്ക്വയർ ബൈ 2 എന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് IRMS സ്ക്വയർ. IRMS സ്ക്വയർ അല്ല നമുക്ക് വേണ്ടത്, IRMS ആണ് നമുക്ക് വേണ്ടത്. IRMS കിട്ടാൻ വേണ്ടി നമ്മൾ അതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ റൂട്ട് എടുത്തു. റൂട്ട് ഓഫ് im സ്ക്വയർ ബൈ 2. റൂട്ട് ഓഫ് im സ്ക്വയർ ബൈ 2 എന്താണ്? im ബൈ റൂട്ട് 2. im ബൈ റൂട്ട് 2നെ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതായത് 0.707 im എന്ന് കിട്ടും. അതായത് RMS വാല്യൂവിൻ്റെ ഇക്വേഷൻ എന്താണ്? IRMS ഈക്വൽ ടു 0.707 im എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എഴുതണം. ഇതാണ് നമ്മളുടെ ഡെറിവേഷൻ. ഓക്കെ, ഇനി മാത്സ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്, ഇതെല്ലാം കൂടി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് വേണ്ടി ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. എളുപ്പവഴിയൊന്നുമില്ല, ചെറുതായിട്ടൊരു എളുപ്പവഴി. അതായത് നിങ്ങൾ ഇവിടം മുതൽ ഇവിടം വരെ എഴുതണം. അതായത് ഇവിടെ നോക്കണം, ശ്രദ്ധിക്കണം, ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യുക, ഇതുവരെ എഴുതുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാതിരിക്കുക. അതായത് ഈ ഭാഗം വരെ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുവരെ എഴുതിയതിന് ശേഷം നിങ്ങൾ എങ്ങോട്ട് വരിക? ലാസ്റ്റ് ഈ പോർഷനിലേക്ക് വരിക. ഓക്കെ, ഈ പോർഷനിലേക്ക് വരിക, ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ ഏത് ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്യാം? ഈ ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അതായത് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യുക? കട്ട് ചെയ്യാം. ക്ലിയർ ആവുണ്ടോ? ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പുകൾ കട്ട് ചെയ്യാം. ഓക്കെ, ഇൻ്റഗ്രേഷൻ്റെ സ്റ്റെപ്പുകൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, ഇങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മാർക്കോ 2 മാർക്കൊക്കെ ചിലപ്പോൾ മിസ്സാവും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ മെജോറിറ്റി മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മാത്സ് വളരെ ബുദ്ധിമുട്ടാണ്, തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കുള്ളൊരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അതല്ല, കംപ്ലീറ്റ് എഴുതാൻ പറ്റുന്നുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതങ്ങനെയാണ് RMS വാല്യൂവിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ ഡെറിവേഷൻ. ഈ ഡെറിവേഷനിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്തായാലും കാണാതെ പഠിച്ചിരിക്കണം. IRMSൻ്റെ ഇക്വേഷനാണ് എന്ത്? 0.707 im. വെരി ഇമ്പോർട്ടൻ്റ് ആണത്. IRMS ഈക്വൽ ടു 0.707 im. ഓക്കെ ആണോ? അപ്പോൾ ഇനി ഇത് ചിലപ്പം ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ RMS വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ചിലപ്പോൾ വേണമെങ്കിൽ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ചോദിക്കും.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐക്ക് പകരം എന്ത് കൊടുക്കുക, വി എന്ന് കൊടുക്കുക. ഐ എമ്മിന് പകരം വി എം ഒന്നും കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ ചെയ്തെടുത്തെല്ലാം ഐക്ക് പകരം വി എന്ന് കൊടുക്കുക, ഐ എമ്മിന് പകരം വി എം എന്ന് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ. ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് പകരം ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ RMS വാല്യൂ ചോദിച്ചാൽ ഈ ഒരു മാറ്റം വരുത്തിയിട്ട് ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളിപ്പോൾ RMS വാല്യൂ പറഞ്ഞു, അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ആവറേജ് വാല്യൂ. സെയിം മെത്തേഡിലൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ആവറേജ് വാല്യൂ ഇൻ AC? ഈ ഓഫ് വേണ്ട കേട്ടോ. ആവറേജ് വാല്യൂ ഇൻ AC. ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ആവറേജ് വാല്യൂ ബൈ അനലിറ്റിക്കൽ മെത്തേഡ്. ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ RMS വാല്യൂ പറഞ്ഞ അതേപോലെ തന്നെ ആവറേജ് വാല്യൂ, അതായത് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ എന്താണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ആവറേജ് വാല്യൂവിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഈ ആവറേജ് വാല്യൂവിൻ്റെ ഡെഫിനിഷനും പാർട്ട് എയിൽ 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പം ഡെഫിനിഷൻ ഇതാണ്: സ്റ്റഡി കറണ്ട് വിച്ച് ട്രാൻസ്ഫേഴ്സ് അക്രോസ് എനി സർക്യൂട്ട് ദ സെയിം ചാർജ് ആസ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദാറ്റ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കൺസെപ്റ്റ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മളൊരു എക്സാം ബേസ്ഡ് ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡെഫിനിഷൻ മാത്രം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇതുപോലെ എഴുതുക, ഇതുപോലെ ഡെഫിനിഷൻ എഴുതി വെക്കുക. ഓക്കെ. ഇനി നമ്മൾ ആവറേജ് വാല്യൂവിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. ആ ഇക്വേഷൻ ഇതാണ്. ഏതാണ് ഇക്വേഷൻ? നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഇക്വേഷനാണ്. ഐ ആവറേജ് ഈക്വൽ ടു 0.637 IM എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊരു സംഗതിയുടെയും ആവറേജ് നമ്മളെങ്ങനെ എടുക്കുക, ഏതൊരു സംഭവത്തിൻ്റെയും ആവറേജ് നമ്മളെങ്ങനെ എടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് കാണണം, നമ്മളെങ്ങനെ എടുക്കുക, എല്ലാവരുടെയും മാർക്ക് കൂട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എത്ര ആളുകളുണ്ടെന്ന് വെച്ചാൽ ആളുകളുടെ എണ്ണം കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ. എന്ന് പറഞ്ഞ പോലെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വാല്യൂ ഓരോ ഇൻസ്റ്റൻറ്റിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലെയും കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂസ് മൊത്തം എന്ത് ചെയ്യുക, കൂട്ടിയിട്ട് എത്ര ഇൻസ്റ്റൻറ്റ് നമ്മൾ എടുത്തു. നമ്മളിപ്പോൾ ഒരു 50 ഇൻസ്റ്റൻറ്റിലെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആകെ ഇൻസ്റ്റൻറ്റുകളുടെ എണ്ണം എത്രയാണ്, 50 ആണ്. അപ്പോൾ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിമ്പിളായിട്ട് അതാണ് I1 + I2 + I3 + എക്സെട്രാ + IN/n. അതാണ് ആവറേജ് വാല്യൂ. ഇനി ആവറേജ് വാല്യൂവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ ഇതാണ്. എന്താണ്? I ആവറേജ് ഈക്വൽ ടു 0.637 IM എന്നുള്ളതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ നോക്കാം. RMS വാല്യൂവിൻ്റെ പോലെയല്ല ആവറേജ് വാല്യൂവിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കാം, ഡെറിവേഷനിലേക്ക് വരാം. നമുക്ക് ഡെറിവേഷൻ പറഞ്ഞു നോക്കൂ നിങ്ങൾ. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ആവറേജ് വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ എഴുതുക. അതായത് 1/π എടുക്കുന്ന നമ്മളൊരു ഹാഫ് സൈക്കിളിലാണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1/π എന്ന് വന്നത്. 0 to π I dθ. ജസ്റ്റ് ഐനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. RMS വാല്യൂ ആണ് നമ്മൾ I² ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആവറേജ് വാല്യൂ കാണാൻ നമ്മൾ ശരിക്ക് ഐനെ മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഐൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. I സമം എന്താണ്, I ഈക്വൽ ടു IM sin θ എന്നുള്ളതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അതിവിടെ കൊടുക്കുക, IM sin θ എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ IM കോൺസ്റ്റൻ്റ് ആണ്. IM നമ്മൾ പുറത്തേക്ക് എടുത്താൽ ഈ IM ഇങ്ങോട്ട് വരും. അപ്പോൾ IM ഇവിടുത്തെ പൈയും IM/π. ഓക്കെ. പിന്നെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലുണ്ടാവുക 0 to π sin θ dθ. sin θയെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ. sin θയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക sin θയെ. sin θയെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് -cos θ എന്ന് കിട്ടും. വളരെ സിമ്പിൾ. കണ്ടങ്ങൾ എത്ര സിമ്പിളാണ്. sin θയ്ക്ക് പകരം നമ്മൾ -cos θ എന്ന് എഴുതി. ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യണം, 0 to π ഇൻ്റർവെല്ലിൽ കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ IM/π അതുപോലെ ഇവിടെ എഴുതി. -cos ഉണ്ടാവും, തീറ്റയ്ക്ക് പകരം π എന്ന് കൊടുത്തു. -cos തീറ്റയ്ക്ക് പകരം വീണ്ടും 0 എന്ന് കൊടുത്തു. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുത്തു വരുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. IM/π ഈ മൈനസ് ആദ്യം ഇവിടെ എഴുതി, അതിവിടെ എഴുതി. cos π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്, അത് നമ്മൾ എഴുതി. ഈ 2 മൈനസുകൾ കൂടി ഇവിടെ പ്ലസ് ആവും, അത് എഴുതി. cos 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, അതിവിടെ എഴുതി. ഓക്കെ.
അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ നമുക്ക് കാണാം, ഈ മൈനസും മൈനസ് കൂടി പ്ലസ് ആയി. അപ്പം 1+1 എന്നായി. 1+1 എത്രയാണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ im/π × 2 എന്നായി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2im/π എന്നായി. ഇതാണ് ആവറേജ് വാല്യൂ ആണുള്ള ഇക്വേഷൻ. 2im/π. 2im/π നമ്മൾ കാൽക്കുലേറ്ററിലൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.637 im എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ്, ഇതുവരെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. RMS വാല്യൂവിൻ്റെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. എല്ലാവർക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ഒരു 2 തവണ നോട്ട്ബുക്കിൽ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക. 2 മാക്സിമം 3 തവണ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫൈനൽ ഡെറിവേഷൻ വരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഒരു 3 തവണ എല്ലാവരും നോട്ട്ബുക്കിലൊന്ന് എഴുതിയിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആവറേജ് വാല്യൂവിൻ്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ആവറേജ് വാല്യൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ആവറേജ് വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. അതിന് പകരം ചിലപ്പോൾ എക്സാമിന് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് പകരം ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ചോദിക്കും. വോൾട്ടേജ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഐക്ക് പകരം വി എന്നാക്കുക. ഐക്ക് പകരം എന്താക്കുക? വി എന്നാക്കുക. ഓക്കെ, ഐക്ക് പകരം വി എന്നാക്കുക. പിന്നെ IMന് പകരം എന്ത് കൊടുക്കുക? VM എന്നാക്കുക. ഓക്കെ, ഈ മാറ്റം വരുത്തിയാൽ മതി, വേറെ ഒന്നും മാറ്റം വരുത്തണ്ട. ഇതുപോലെ ഇതിനകത്ത് എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് എയിൽ അതുപോലെ പാർട്ട് ബിയിലും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഡിഫൈൻ ഫോളോയിങ് ടേംസ്, അതായത് താഴെ പറയുന്ന ടേമുകൾ ഡിഫൈൻ ചെയ്യുക. അതിൽ ഒന്നാമത്തത് ഫോം ഫാക്ടർ, രണ്ടാമത് ക്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസാണിത്. അപ്പോൾ ഇത് ഫോം ഫാക്ടറിൻ്റെ എന്താണെന്നും ക്രസ്റ്റ് ഫാക്ടർ എന്താണെന്നും നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഇത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. അതായത് RMS വാല്യൂവിൻ്റെയും ആവറേജ് വാല്യൂവിൻ്റെയും റേഷ്യോ ആണ് എന്ത്? ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു RMS വാല്യൂ, ആവറേജ് വാല്യൂ ഒക്കെ. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ ഡെഫിനിഷൻ എഴുതുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ. എന്നിട്ട് നമ്മൾ ബോക്സിലാക്കിയിട്ട് എഴുതുക ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണെന്ന്. ഓക്കെ, നമുക്കറിയാം RMS വാല്യൂ നമ്മൾ ഇക്വേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? 0.707 im. ആ ഇക്വേഷൻ അവിടെ കൊടുക്കുക. അതുപോലെ ആവറേജ് വാല്യൂവിന് നമ്മൾ ഇക്വേഷൻ പറഞ്ഞു 0.637 im. ഓക്കെ, അപ്പോൾ ഈ IM എന്താകും? കട്ട് ചെയ്ത് പോകും. പിന്നെ ബാക്കി ഉണ്ടാവുക 0.707 ഡിവൈഡഡ് ബൈ 0.637 ആണ്. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.11 എന്ന് കിട്ടും. അപ്പോൾ ഫോം ഫാക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? ഫോം ഫാക്ടർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.11 ആണ്. ഓക്കെ, അപ്പോൾ ഫോം ഫാക്ടർ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ എന്ന് എഴുതുക. എന്നിട്ട് ഈ ബോക്സിലാക്കിയിട്ട് ഇത് ഇക്വേഷൻ എഴുതി വെക്കുക കേട്ടോ. അതിൻ്റെ വാല്യൂ എത്രയാണ്? ഫോം ഫാക്ടർ ഈക്വൽ ടു 1.11 ആണ്. ഓക്കെ, ഇനി അതുപോലെ ക്രസ്റ്റ് ഫാക്ടർ എന്താണെന്ന് നോക്കാം. ക്രസ്റ്റ് ഫാക്ടറിന് മറ്റൊരു പേരും കൂടിയുണ്ട്, പീക്ക് ഫാക്ടർ എന്നും കൂടിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ എക്സാമിന് ക്രസ്റ്റ് ഫാക്ടർ എന്നല്ല ചോദിക്കേണ്ടാവുക, ചിലപ്പം പീക്ക് ഫാക്ടർ എന്നായിരിക്കും ചോദിക്കേണ്ടാവുക. രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ. മാക്സിമം വാല്യൂവിൻ്റെയും RMS വാല്യൂവിൻ്റെയും റേഷ്യോ ആണ് എന്ത്? പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ബോക്സിലാക്കിയിട്ട് എഴുതി വെക്കുക. ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം IM ആണ് മാക്സിമം വാല്യൂ. RMS വാല്യൂ നമുക്കറിയാം 0.707 IM ആണ്. അത് കൊടുത്തു. അപ്പോൾ ഈ IM കട്ട് ചെയ്ത് പോകും. പിന്നെ 1/0.707 ആയിരിക്കും. അതിൻ്റെ വാല്യൂ 1.414 ആണ്. അപ്പോൾ ക്രസ്റ്റ് ഫാക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? ക്രസ്റ്റ് ഫാക്ടർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ 1.414 ആണ്. ഓക്കെ, അപ്പോൾ ക്രസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ. എന്നിട്ട് നമ്മൾ ഇത് ബോക്സിലാക്കിയിട്ട് എഴുതുക. അതിൻ്റെ വാല്യൂ നോട്ട് ചെയ്യുക, 1.414 ആണ്. ഓക്കെ, അപ്പോൾ പീക്ക് ഫാക്ടറും ക്രസ്റ്റ് ഫാക്ടറും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് ഒരു പ്രോബ്ലമാണ്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന 1-2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്, അതുകൂടി നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരുപാട് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളൊരു മോഡൽ ക്വസ്റ്റ്യനാണിത്. ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ 141.4 sin 314t. ഫൈൻഡ് എന്താണ് ഒന്നാമത്തത്? ഫൈൻഡ് മാക്സിമം വാല്യൂ. സെക്കൻഡ് വൺ ഫ്രീക്വൻസി. തേർഡ് വൺ ടൈം പീരിയഡ്. ഫോർത്ത് വൺ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ വെൻ
ടി ഈസ് 3 മില്ലി സെക്കൻഡ്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 8 മാർക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ ആരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം വളരെ സിമ്പിളാണ്, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ മനസ്സിലാവും, വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്താണെന്ന് നോക്കാം. ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ, ഒരു കറണ്ടിൻ്റെ ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. കണ്ടോ, കറണ്ടിൻ്റെ ഇക്വേഷൻ 141.4 sin 314t. അപ്പോൾ നമ്മളത് എടുത്ത് എഴുതുക. ഗിവൺ ദാറ്റ് കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ഗിവൺ ബൈ എന്നാണ്, കറണ്ട് I ആണ്. അപ്പോൾ നമ്മൾ I ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള സാധനം എഴുതി വെച്ചു. ക്ലിയർ ആണോ? I ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ തന്നിട്ടുള്ള സാധനം എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം കറണ്ടിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, I ഈക്വൽ ടു IM sin omega t എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ ആവുണ്ടോ? ഇതാണ് കറണ്ടിൻ്റെ ഇക്വേഷൻ. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. ഒന്ന് I ഈക്വൽ ടു IM sin തീറ്റ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു sin തീറ്റ. അതുപോലെ നമുക്ക് അടുത്ത ഇക്വേഷൻ എന്താണ്? I ഈക്വൽ ടു IM sin omega t. അതായത് തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? ഒമേഗ ടി 1 കൊടുക്കും. ക്ലിയർ ആവുണ്ടല്ലോ? ഒന്ന് ടൈമിനുള്ളതാണ്, മറ്റു പൊസിഷനിലുള്ളതാണ്, രണ്ടും രണ്ട് ഫംഗ്ഷനാണെന്ന് മാത്രം. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞാൽ കറണ്ടിൻ്റെ ഇക്വേഷനാണിത്, I ഈക്വൽ ടു IM sin ഒമേഗ ടി എന്നുള്ളത്. അതാണ് കറണ്ടിൻ്റെ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, I ഈക്വൽ ടു 141.4 sin 314t. അപ്പോൾ രണ്ട് ഇക്വേഷനും എഴുതി. ഒന്ന് അവർ തന്നിട്ടുള്ളതും എഴുതി, രണ്ടാമത് നമുക്ക് അറിയുന്ന കറണ്ടിൻ്റെ ഇക്വേഷനും എഴുതി. ഒന്നാമത്തിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, രണ്ടാമത്തിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ എഴുതി കണ്ടങ്ങൾ കമ്പയർ ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1ഉം 2ഉം കൂടി കമ്പയർ ചെയ്യുക. ശരിക്കൊന്ന് നോക്കി നിങ്ങൾ, രണ്ട് ഇക്വേഷനും തമ്മിലൊന്ന് ശരിക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾ. രണ്ടാമത്തെ ഇക്വേഷനിൽ കണ്ടങ്ങൾ I എന്ന് കഴിഞ്ഞിട്ട് ഈക്വൽ ടു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ വരുന്നത്? IM എന്നാണ് വരുന്നത്. ഈ IMൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ വരുന്നത്? 141.4 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ കമ്പയർ ചെയ്തപ്പോൾ എന്ത് മനസ്സിലാക്കി? IMൻ്റെ സ്ഥാനത്ത് എന്താണുള്ളത്? നമ്മളെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ IM ആണ്, അതിൻ്റെ സ്ഥാനത്ത് അവിടെ എന്താ ഉള്ളത്? 141.4 എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ വി വിൽ ഗെറ്റ് IM ഈക്വൽ ടു 141.4. എന്താ IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ, അതാണ് നമ്മൾ എഴുതിയത്. മാക്സിമം വാല്യൂ ഈക്വൽ ടു 141.4. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? മാക്സിമം വാല്യൂ കാണാനായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസറായി 141.4 എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, എത്ര സിമ്പിളാണ്. രണ്ട് ഇക്വേഷൻ കൂടി കമ്പയർ ചെയ്തപ്പോൾ അത് കിട്ടി. ഓക്കെ, ഇനിയും നമ്മൾ കമ്പയർ ചെയ്യണം. ഇനി നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കണം, സൈൻ എന്നുണ്ട്, ഇവിടെ സൈൻ അതുപോലെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഒമേഗ ടി ഉണ്ട്. ഒമേഗ ടിക്ക് പകരം ഇവിടെ 314t ആണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഒമേഗ ടിക്ക് പകരം 314t ആണ് ഇവിടെ ഉള്ളത്. ആണോ? ഇവിടെ ഒമേഗ ടി ആണ്, ഇവിടെ 314t ആണ്. അപ്പോൾ നമ്മൾ അത് ഇവിടെ എഴുതി. നോക്കണം, ശ്രദ്ധിക്കണം, ഈ ഒമേഗൻ്റെ സ്ഥാനത്ത് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണേ, ഈ ടി അതുപോലെ ഇവിടെ ഉണ്ട്. ഈ ഒമേഗൻ്റെ സ്ഥാനത്താണ് ഇവിടെ എന്ത് വന്നിട്ടുള്ളത്? 314 വന്നിട്ടുള്ളത്. ആണോ? ടി രണ്ട് സ്ഥലത്തും ഇല്ലേ? ഇവിടെയും ടി ഉണ്ട്, ഇവിടെയും ടി ഉണ്ട്. ഈ ഒമേഗൻ്റെ സ്ഥാനത്താണ് ഇവിടെ 314 വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത പോയിൻ്റ് ആക്കിയത് ഓൾസോ വി ഗെറ്റ്, നമുക്കിതും കൂടി കിട്ടും, ഒമേഗ ഈക്വൽ ടു 314. ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 314 ആണെന്ന് നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഒമേഗയ്ക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഒമേഗൻ്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ഈക്വൽ ടു 2πf ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണിത്. ഒമേഗ ഈക്വൽ ടു 2πf. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? 2πf ഈക്വൽ ടു 314 എന്ന് എഴുതാം. അതായത് ഒമേഗ 314 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2πf ഈക്വൽ ടു 314 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് എഫ് കാണാം. എഫ് ഈക്വൽ ടു എന്താ വരിക? 314/2π എന്ന് വരും. അപ്പോൾ 314/2 × π 3.14 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു 50 ഹെർട്സ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ബി ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് കിട്ടി കേട്ടോ. ഓക്കെ, ഫ്രീക്വൻസി കിട്ടി. ഇനി നമുക്ക് ടൈം പീരീഡ് നോക്കാം. ടൈം പീരീഡും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണ് ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/ഫ്രീക്വൻസിയാണ്. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. 1/ഫ്രീക്വൻസിയാണ് ടൈം പീരീഡ്. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി 50 കിട്ടിയില്ലേ? അപ്പോൾ 1/50 എന്ന് കൊടുക്കണം. 1/50 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0.02 എന്ന് കിട്ടും. ടൈം പീരീഡിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അപ്പോൾ 0.02 സെക്കൻഡ്. അപ്പോൾ സീൻ്റെ ആൻസറായി. ഓക്കെ, ഇനി അവർ പറഞ്ഞിട്ടുള്ളത് 4th ക്വസ്റ്റ്യൻ, അതായത് ഡി ക്വസ്റ്റ്യൻ ആണ്.
ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഫൈൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ വെൻ ടി ഈക്വൽ ടു 3 മില്ലി സെക്കൻഡ്. പ്രത്യേകം ശ്രദ്ധിക്കണം, 3 സെക്കൻഡ് എന്നല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്, 3 മില്ലി സെക്കൻഡ് ആണ്. ഒരു എം കൂടെ ഉണ്ടാവും. ക്ലിയർ ആവുണ്ടോ? മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10⁻³ ആണ്. ക്ലിയർ ആവുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ 3 മില്ലി സെക്കൻഡ് എന്നുള്ളതിന് നമ്മൾ 3 × 10⁻³ സെക്കൻഡ് എന്നാക്കി മാറ്റി. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കാണാൻ അവർ തന്ന ഇക്വേഷൻ ഒന്നുകൂടി എടുത്ത് ചെയ്താൽ, ഇതാണ് അവർ തന്ന ഇക്വേഷൻ 141.4 sin 314t. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ടിക്ക് പകരം നമ്മൾ അവർ തന്ന 3 മില്ലി സെക്കൻഡ് എന്ന് കൊടുക്കുക. 3 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 10⁻³ സെക്കൻഡാണ്. അപ്പോൾ അത് മാത്രം കൊടുക്കുക. അതാണ് നമ്മൾ പുട്ട് ടി ഈക്വൽ ടു 3 × 10⁻³ എന്ന് കൊടുക്കുക. ഓക്കെ, ആ ഇക്വേഷനിൽ ഇത് മാത്രം നമ്മൾ ചെയ്താൽ മതി. ആ ടിക്ക് പകരം 3 × 10⁻³ എന്ന് കൊടുക്കുക. 10⁻³ വന്ന് എന്തോന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മില്ലി സെക്കൻഡാണ്, അതിന് നമ്മൾ സെക്കൻഡിക്ക് മാറ്റിയതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ 141.4 അതുപോലെ എഴുതു, സൈൻ 314 അതുപോലെ എഴുതി, ടിക്ക് പകരം 3 × 10⁻³ എന്ന് കൊടുത്തു. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 114.35 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. ആ ഇക്വേഷൻ നമ്മൾ ടിക്ക് മാത്രം നമ്മൾ വാല്യൂ കൊടുത്തു. അവർ തന്ന സമയം എന്താണോ അത് നമ്മൾ ടിക്ക് കൊടുത്താൽ അത് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. ക്ലിയർ ആണോ? 114.35 ആംപിയർ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് 8 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയും മാർക്ക് മിസ്സാവില്ല. കംപ്ലീറ്റ് 8 സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, സാധാരണ ചോദിക്കാറുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. 8 മാർക്കാണ് ഇതിന്. ഈസി ആയിട്ട് നമുക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 8 മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. 2 alternating quantities are represented by a equal to 4 plus j3, b equal to 5 plus j6. Find find a plus b and a minus b. ഏതിലേക്ക് ചെയ്യണം? ഇൻ റെക്റ്റാങ്കുലർ ഫോം, രണ്ടാമത്തെ ഇൻ പോളാർ ഫോം. ഓക്കെ, അതായത് വെക്റ്റേഴ്സിൻ്റെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ 4 ഫോമുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ വളരെ പ്രധാനപ്പെട്ട 2 ഫോമുകളാണ് റെക്റ്റാങ്കുലർ ഫോമും പോളാർ ഫോമും. അപ്പോൾ നമുക്ക് റെക്റ്റാങ്കുലർ ഫോമിലും പോളാർ ഫോമിലും a പ്ലസ് ബിയും a മൈനസ് ബിയും എന്ത് ചെയ്യണം? കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള a എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ നിങ്ങൾ, a എന്താണ് നമുക്ക് തന്നിട്ടുള്ള? a ഈക്വൽ ടു 4 plus j3 ആണ്, നമ്മളൊന്ന് എടുത്തെഴുതി. അതുപോലെ b ഈക്വൽ ടു എന്താണ്? 5 plus j6 ആണ്, അത് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? a പ്ലസ് ബിയും കാണണം, a മൈനസ് ബിയും കാണണം. അത് ഏതൊക്കെ ഫോമിൽ കാണണം? റെക്റ്റാങ്കുലർ ഫോമിലും കാണണം, പോളാർ ഫോമിലും കാണണം. അപ്പോൾ ഞാൻ ആദ്യം റെക്റ്റാങ്കുലർ ഫോമിൽ a പ്ലസ് ബി കാണുകയാണ്. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിൽ a പ്ലസ് ബി, അപ്പോൾ ഞാൻ a പ്ലസ് ബി എന്ന് എഴുതി. എക്ക് പകരം ഇത് കൊടുക്കുക 4 plus j3 പ്ലസ് ബിക്ക് പകരം എന്ത് കൊടുക്കുക? 5 plus j6, അതും കൊടുത്തു. വളരെ സിമ്പിൾ കണ്ടങ്ങൾ. ഇനി ഇതെങ്ങനെ ആഡ് ചെയ്യുക? ആഡ് ചെയ്യലൊന്നുമില്ല, അതായത് സംഖ്യകൾ തമ്മിൽ അതുപോലെ ആഡ് ചെയ്യുക. അതായത് ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. ഓക്കെ, അത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര? 4 plus 5 9, അത് ഇവിടെ എഴുതി. ഇനി ഇവിടെ നോക്കൂ, j3 ആണ്, j6 ആണ്. j3യും j6ഉം കൂടി ആഡ് ചെയ്ത് എത്രയാണ്? j9 ആണ്. അപ്പോൾ പ്ലസ് j9. അപ്പോൾ ആൻസറായി a പ്ലസ് ബി ഈക്വൽ ടു 9 plus j9. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് a മൈനസ് ബി കാണണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. a മൈനസ് ബി എഴുതുമ്പം ആദ്യം a ഇത് എഴുതി 4 plus j3 മൈനസ്, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കണം കേട്ടോ. ബിക്ക് പകരം 5 plus j6, അത് ഇവിടെ എഴുതി 5 plus j6. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സംഖ്യകൾ തമ്മിൽ കുറക്കുക. അതായത് ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. 4 കുറക്കണം 5 ഓക്കെ ആണല്ലോ? അടുത്ത എന്താണ്? ഇവിടെ j3 ആണ്, കുറക്കണം ഇവിടെ j6 ആണ്. അപ്പോൾ നമ്മൾ j എഴുതിയിട്ട് 3 - 6, j3ന്ന് എന്ത് കുറക്കണം? j6 കുറക്കണം. ഓക്കെ, അപ്പോൾ എന്താ വരിക? ഞങ്ങൾ നോക്കൂ നിങ്ങൾ, 4ന്ന് 5 കുറച്ചാൽ 4ഉം 5ഉം അല്ലേ? 4ന്ന് 5 കുറച്ചാൽ -1. ഓക്കെ ആണോ? ഇനി അതുപോലെ j3ന്ന് -j6 കുറച്ചാലോ, അതായത് j3ന്ന് j6 കുറച്ചാലോ എന്താ കിട്ടുക? -j3 എന്ന് കിട്ടുക. ഓക്കെ, അപ്പോൾ -1 -j3. ക്ലിയർ ആണോ? -1 -j3 എന്ന് കിട്ടി നമുക്ക്. അപ്പം റെക്റ്റാങ്കുലർ ഫോമിൽ നമ്മൾ a പ്ലസ് ബിയും കണ്ടു, a മൈനസ് ബിയും കണ്ടു. ഓക്കെ, ഇനി നമുക്ക് പോളാർ ഫോമിൽ കൂടി a പ്ലസ് ബി കാണണം, a മൈനസ് ബി കാണണം. അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളാർ ഫോമിൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റെക്റ്റാങ്കുലർ ഫോമിൽ നമുക്ക് a പ്ലസ് ബി ഇതാണ് ആൻസർ എന്ന് കിട്ടി. ഇതാണ് ആൻസർ, a പ്ലസ് ബി അതാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ എ പ്ലസ് ബിയെ നമ്മൾ പോളാർ ഫോമിലേക്ക് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തെഴുതി എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. പോളാർ ഫോം, ഓക്കെ, പോളാർ ഫോമിലേക്ക് മാറ്റുകയാണ്. എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9+j9 ആണ് നമുക്ക് കിട്ടി. ഇനി ആദ്യം നമ്മൾ പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കാണണം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, റൂട്ട് ഓഫ് ഇവിടെയുള്ള സംഖ്യ പ്ലസ് ഇവിടെയുള്ള സംഖ്യ അതിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ 9 ആയിരുന്നു, അപ്പോൾ 9 സ്ക്വയർ, ഇവിടെയും 9 ആണ്, അപ്പോൾ വീണ്ടും 9 സ്ക്വയർ. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പറയാം, ജനറലായിട്ട് ഇക്വേഷൻ പറയാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് ജെ ബി എന്ന് പറഞ്ഞ ഫോമിലാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് നമ്മളെങ്ങനെ കാണുക, റൂട്ട് ഓഫ് എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഓക്കെ, എൻ്റെ സ്ക്വയർ പ്ലസ് ബീൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് ആരാളുള്ളത്, എൻ്റെ സ്ഥാനത്ത് 9 ആണുള്ളത്, അപ്പോൾ 9ൻ്റെ സ്ക്വയർ പ്ലസ് ബീൻ്റെ സ്ഥാനത്ത് 9 ആണുള്ളത്, അപ്പോൾ 9ൻ്റെ സ്ക്വയർ. റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. 9 സ്ക്വയർ 81 ആണ്, അപ്പോൾ 81 പ്ലസ് 81 റൂട്ട് 162. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ റൂട്ട് 162 എന്ന് എഴുതി വെക്കുക, ഒരു കുഴപ്പമില്ല. ഇനി അതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെറുതാക്കാം. 162നെ 18 × 9 എന്ന് എഴുതിയാൽ 3√18 എന്ന് എഴുതാം. വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ റൂട്ട് 162 എന്ന് തന്നെ എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് ആംഗിൾ കിട്ടണം. ആംഗിൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 9/9. അപ്പോൾ നിങ്ങൾ നോക്കണം, അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്. എ പ്ലസ് ജെ ബി എന്നാണെങ്കിൽ തീറ്റ എങ്ങനെ കാണുക വെച്ച് കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ശ്രദ്ധിക്കണം, ടാൻ ഇൻവേഴ്സ് എന്താ വരിക എന്ന് വെച്ചാൽ b/a എന്നാണ് വരിക, b/a. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എഴുതിയിട്ട് ഉള്ളിൽ ആദ്യം ഏത് എഴുതുക, ജേൻ്റെ കൂടെയുള്ള സംഖ്യയാണ് എഴുതുക. ജേൻ്റെ കൂടെയുള്ള സംഖ്യയാണ് ബി. ക്ലിയർ ആണോ? ജേൻ്റെ കൂടെയുള്ള സംഖ്യ ബി, അതാണ് മുകളിൽ എഴുതുക. ജെ ഇല്ലാത്ത സംഖ്യ അതാണ് എ, അത് താഴെ എഴുതുക. ക്ലിയർ ആണോ? ജേൻ്റെ കൂടെ ഉള്ളത് മേലെ എഴുതുക, അതാണ് ബി. ജെ ഇല്ലാത്തത് എ, അത് താഴെ എഴുതുക. എല്ലാവരും ശ്രദ്ധിക്കട്ടോ, അങ്ങനെ ആലോചിച്ചാൽ മതി. ജെ ഉള്ളത് മേലെ വരും, ജെ ഇല്ലാത്തത് എന്ത് വരും, താഴെ വരും. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ ടാൻ ഇൻവേഴ്സ് ജെ ഉള്ളത് 9 ആണ്, അപ്പോൾ 9 എഴുതി. ജെ ഇല്ലാത്തത് 9 ആണ്, അപ്പോൾ 9/9. അപ്പോൾ 9/9 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1. ടാൻ ഇൻവേഴ്സ് 1 എന്താണ്, 45 ആണ്. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. ടാൻ ഇൻവേഴ്സ് 1 45 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡുമായി എന്തുമായി, ആംഗിളുമായി. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതേണ്ടത് എങ്ങനെയാണ്, എ പ്ലസ് ബി ഈക്വൽ ടു എന്ത് എഴുതേണ്ടത്, മാഗ്നിറ്റ്യൂഡ് 162 അല്ലേ, റൂട്ട് ഓഫ് 162, അത് അതുപോലെ എഴുതി. എന്നിട്ട് നമ്മൾ ആംഗിൾ എഴുതുമ്പം ഈ ആംഗിൾ എന്നുള്ള ചിഹ്നം ഇങ്ങനെ ഇടുക. ഓക്കെ, അതാ ചിഹ്നമാണ് ഇട്ടത്. എന്നിട്ട് നമ്മൾ 45 ഡിഗ്രി അല്ലേ കിട്ടിയത്, 45 ഡിഗ്രി എന്ന് എഴുതാം. കണ്ടോ? ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ചെറുതാക്കി 162 ചെറുതാക്കി എങ്ങനെ കിട്ടും, അങ്ങനെ എഴുതാം. 3√18 ആംഗിൾ 45 ഡിഗ്രി. ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എ പ്ലസ് ബിയെ നമ്മൾ പോളാറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് എ മൈനസ് ബിയെ കൺവേർട്ട് ചെയ്യണം. എ മൈനസ് ബി എന്താണ്, ഇതാണ് എ മൈനസ് ബി, -1 -j3, ഇതാണ് എ മൈനസ് ബി. അതിനെ നമുക്ക് പോളാറിലേക്ക് ഇതുപോലെ കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എ മൈനസ് ബി അത് എഴുതി വെച്ചു. നേരത്തെ കണ്ട പോലെ മാഗ്നിറ്റ്യൂഡ് കണ്ടു. മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ -1ൻ്റെ സ്ക്വയർ ഉണ്ടോ, പ്ലസ് -3ൻ്റെ സ്ക്വയർ -3ൻ്റെ സ്ക്വയർ. ഓക്കെ ആണോ? അപ്പോൾ -1ൻ്റെ സ്ക്വയർ 1 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റൂട്ട് 10 കിട്ടി. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 കിട്ടി. ഇനി നമ്മൾ തീറ്റ നമ്മൾ പറഞ്ഞു ടാൻ ഇൻവേഴ്സ് എന്താണ്, ജെൻ്റെ കൂടെ ഉള്ളത് -3 ഉണ്ടോ, -3. ജെ ഇല്ലാത്തത് -1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടാൻ ഇൻവേഴ്സ് 3 എന്ന് കിട്ടി. ടാൻ ഇൻവേഴ്സ് 3 കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 71.56 കിട്ടും. അപ്പം അതിന് നമ്മൾ പോളാർ ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ റൂട്ട് 10 ആണ് മാഗ്നിറ്റ്യൂഡ്, അത് എഴുതി. പിന്നെ ആംഗിൾ എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 71.56 കൊടുത്തു. ഓക്കെ, ക്ലിയർ ആവുണ്ടല്ലോ? അപ്പോൾ ഇതാണ് എന്ത് നമ്മളുടെ ആൻസർ. അപ്പോൾ നമ്മൾ എ പ്ലസ് ബി കണ്ടു, എ മൈനസ് ബി കണ്ടു, രണ്ടും റെക്റ്റാങ്കുലർ ഫോമിലും കണ്ടു, പോളാർ ഫോമിലും കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.